ലോകപ്രശസ്തമായ കഥകൾ. ഖലീല വ ദിംന എന്ന കഥാസമാഹാരത്തിൽ നിന്ന് എൻ്റെ സ്റ്റോറി ബുക്കിലേക്ക് സ്വാഗതം. ജ്ഞാനിയായിരുന്ന ബൈദബ ശ്രദ്ധിച്ചു. രാജാവ് ദബ്ഷലീം അന്യായവും അനീതിയും പ്രവർത്തിക്കുന്നു. സ്വേച്ഛാധിപതിയായി രാജ്യം ഭരിക്കുന്നു. രാജാവിനെ അടിച്ചമർത്തലിൽ നിന്ന് നീതിയിലേക്കും അശ്രദ്ധയിൽ നിന്ന് ജ്ഞാനത്തിലേക്കും നയിക്കേണ്ടത് ജ്ഞാനികളുടെ ഉത്തരവാദിത്വമാണ്. പക്ഷേ അധികാരത്തെ നേരിടുന്നത് നാശത്തിലേക്ക് മാത്രമേ നയിക്കൂ. ബൈദബ ആത്മഗതം ചെയ്തു. ബലം വ്യർത്ഥമാകുന്നിടത്ത് ബുദ്ധിമാനായ മനുഷ്യൻ ബലപ്രയോഗത്തെ ആശ്രയിക്കുന്നില്ല. മറിച്ച് തന്ത്രം, ക്ഷമ, മറ്റുള്ളവരുടെ സഹകരണം എന്നിവയിലൂടെ അവർ ലക്ഷ്യം കൈവരിക്കുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാജാവ് ദുഃഖാകുലനായി. ദുഃഖം ശമിപ്പിക്കാൻ ഉപദേശം നൽകാൻ ബൈദബയെ രാജാവ് കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. കൊട്ടാരത്തിൽ ബൈദബ തുടർന്നു. രാജാവേ, ഞാനൊരു കഥ പറയാം. അതിൻ്റെ അർത്ഥം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഒരിക്കൽ ഒരു മരത്തിൽ ഒരു വാനമ്പാടി കൂടുണ്ടാക്കി അതിൽ മുട്ടയിട്ടു. ഒരു ദിവസം ഒരു ആന അതുവഴി കടന്നു പോകുന്നതുവരെ അവൾ സമാധാനത്തോടെ ജീവിച്ചു. വലിപ്പത്തിൽ വലുതാണെങ്കിലും പെരുമാറ്റത്തിൽ അശ്രദ്ധനായിരുന്നതിനാൽ അവൻ മരത്തിലിടിച്ചു. കൂട് വീണു. മുട്ടകൾ നശിച്ചു. വാനമ്പാടി തിരിച്ചെത്തി. തന്റെ നഷ്ടം കണ്ടപ്പോൾ അവൾ ദുഃഖത്താൽ നിറഞ്ഞു. അല്ലയോ രാജാവേ, ദുഃഖം നഷ്ടപ്പെട്ടതിനെ തിരികെ കൊണ്ടുവരുന്നില്ല. ജ്ഞാനവും തന്ത്രവും കൊണ്ടാണ് ഒരാൾ. ബൈദബ തുടർന്നു. അങ്ങനെ അവൾ തന്റെ കൂട്ടാളികളായ മരംകൊത്തി, ഈച്ച, തവള എന്നിവരുടെ അടുത്തേക്ക് പോയി. എന്താണ് സംഭവിച്ചതെന്ന് അവരെ അറിയിച്ചു. അവർ അവളെ സഹായിക്കാൻ സമ്മതിച്ചു. ഈച്ച ആനയുടെ ചെവിയിൽ ശബ്ദം മുഴക്കി അവനെ അലോസരപ്പെടുത്തി. മരംകൊത്തി ആ സമയം നോക്കി അന്ധനാകുന്നതുവരെ അവന്റെ കണ്ണുകളിൽ കൊത്തി. അപ്പോൾ ആഴത്തിലുള്ളൊരു കുഴിയുടെ അരികിൽ നിന്ന് തവള കരഞ്ഞു. അത് വെള്ളമാണെന്ന് കരുതി ആന കുഴിയുടെ ഭാഗത്തേക്ക് നീങ്ങി. ഒടുവിൽ ആന ആ കുഴിയിൽ വീണു. അങ്ങനെ രാജാവേ, ബലഹീനർ ഐക്യപ്പെടുകയും ബുദ്ധിയാൽ നയിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ശക്തരെ മറികടക്കാൻ കഴിയും. അതിനാൽ പീഡിതർ വ്യക്തിപരമായി ദുർബലരാണെങ്കിലും ലക്ഷ്യബോധത്തിൽ ഒന്നിച്ച് എതിർക്കുമ്പോഴുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ നീതിയോടും കരുതലോടും കൂടി പ്രവർത്തിക്കുന്നതാണ് ബുദ്ധിമാനായ ഭരണാധികാരിയുടെ സ്വഭാവം. ബൈദബ തുടർന്നു. രാജാവേ, ഇപ്പോൾ ദോഷകരമായി തോന്നുന്ന സംഭവങ്ങൾ ദൈവഹിതപ്രകാരം അപ്രതീക്ഷിത നേട്ടങ്ങൾ കൈവരും. ഒരു ദരിദ്രന്റെ കാര്യത്തിലെന്ന പോലെ ദാരിദ്ര്യവും ദുരിതവും അവനെ അയൽക്കാരോട് യാചിക്കാൻ പ്രേരിപ്പിച്ചു. കൂടുതൽ കഥകൾക്കായി എൻ്റെ സ്റ്റോറി ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. കഥകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.